ഓർമ്മിപ്പിക്കുന്നു. E+കേരള എന്ന ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുവാനും നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന വീഡിയോസ് ലൈക്ക് ചെയ്യുവാനും യൂട്യൂബ് കമന്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. +1 ക്ലാസ്സിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകമായ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്ന പുസ്തകത്തിലെ 2ാമത്തെ അധ്യായമായ ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ അഥവാ റൈറ്റ്സ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പാഠഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കുവാൻ പോകുന്നത്. ആധുനിക ജനാധിപത്യ രാജ്യങ്ങളുടെ ഭരണഘടനകളിൽ മനുഷ്യ അവകാശങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം നൽകിയിട്ടുണ്ട്. പൗരാവകാശങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതിൽ നിന്നും ഗവൺമെന്റിനെ തടയുന്ന അവകാശ പത്രിക പൗരാവകാശം സംരക്ഷിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. പൗരാവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ പൗരന്മാർക്ക് മുമ്പിലുള്ള പരിഹാര മാർഗങ്ങളെക്കുറിച്ചും ഭരണഘടനയിൽ വിശദീകരിക്കാറുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിലെ പാർട്ട് 3 ഉൾക്കൊള്ളിച്ചിരിക്കുന്ന മൗലിക അവകാശങ്ങളെക്കുറിച്ച് ഇനി നമ്മൾക്ക് ചർച്ച ചെയ്യാം. ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തെ നയിച്ച നേതാക്കന്മാർക്ക് അവകാശങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു ധാരണയുണ്ടായിരുന്നു. 1928 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി നിയോഗിച്ച മോത്തിലാൽ നെഹ്റു കമ്മിറ്റി അവകാശ പത്രിക എന്ന ആവശ്യം ബ്രിട്ടീഷ് ഗവൺമെന്റിന് മുമ്പിൽ അവതരിപ്പിച്ചു. ആ കാലഘട്ടത്തിൽ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള നിരന്തരമായ ആവശ്യങ്ങൾ ഇന്ത്യൻ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വന്നു. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ നേതൃത്വത്തിൽ എഴുതി തയ്യാറാക്കിയ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾക്ക് അർഹമായ സ്ഥാനം ലഭിച്ചത് തീർത്തും സ്വാഭാവികമാണ്. ദൈനംദിന ജീവിതത്തിൽ വ്യത്യസ്തമായ അവകാശങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മൾ. കുട്ടികളുടെ അവകാശങ്ങൾ, സ്ത്രീകളുടെ അവകാശങ്ങൾ, മനുഷ്യാവകാശങ്ങൾ തുടങ്ങി വിവിധ അവകാശങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ എന്താണ് മൗലിക അവകാശം? മൗലികം എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് ഈ അവകാശങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ്. രാജ്യത്തിന്റെ അടിസ്ഥാന നിയമസംഹിതയായ ഭരണഘടന സംരക്ഷിക്കുന്ന അവകാശങ്ങളായതിനാലും മൗലിക അവകാശങ്ങൾ ആ പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്നു. അടുത്തതായി മൗലിക അവകാശങ്ങളും സാധാരണ അവകാശങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ്. എന്നാൽ സാധാരണ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് രാജ്യത്തെ സാധാരണ നിയമമാണ്. ഇതാണ് മൗലിക അവകാശങ്ങളും സാധാരണ അവകാശങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ മൗലിക അവകാശങ്ങളിൽ മാറ്റം വരുത്തുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ സാധാരണ നിയമനിർമ്മാണ പ്രക്രിയയിലൂടെ സാധാരണ അവകാശങ്ങളിൽ മാറ്റം വരുത്തുവാൻ സാധിക്കും. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 3 ഉൾക്കൊള്ളിച്ചിരിക്കുന്ന 6 മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾക്കിനി പരിശോധിക്കാം. 1. റൈറ്റ് ടു ഈക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശം. 2. റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 3. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിന് എതിരെയുള്ള അവകാശം. 4. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 5. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ് ഓഫ് മൈനോറിറ്റീസ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ, ന്യൂനപക്ഷങ്ങളുടെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ. 6. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം. മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ആദ്യം വരുന്നത് സമത്വത്തിനുള്ള അവകാശമാണ്. ഇന്ത്യയിൽ നിയമത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണ്. പദവിയോ സമ്പത്തോ നോക്കാതെ എല്ലാവരെയും ഒരേ നിയമത്തിനും കോടതി നടപടികൾക്കും വിധേയമാക്കുവാൻ ഭരണഘടന അനുവാദം നൽകുന്നു. അതോടൊപ്പം തുല്യ സാഹചര്യത്തിൽ എല്ലാ പൗരന്മാർക്കും തുല്യമായ നിയമ സംരക്ഷണവും ലഭിക്കുന്നു. മതം, ജാതി, ജന്മദേശം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം തടയുന്നതാണ് ഭരണഘടനയുടെ 15ാം വകുപ്പ്. ഗാന്ധിജിയുടെ സാമൂഹ്യ സമത്വ സിദ്ധാന്തം ആവിഷ്കരിക്കുവാൻ ഗവൺമെന്റിനെ 15ാം വകുപ്പ് ചുമതലപ്പെടുത്തുന്നു. അതോടൊപ്പം ഭക്ഷണശാലകൾ, കടകൾ, പൊതുവിനോദ സ്ഥലങ്ങൾ,
തുടങ്ങിയ പൊതു ഇടങ്ങളിൽ വിവേചനം നിരോധിക്കുകയും എല്ലാവർക്കും പ്രവേശനം അനുവദിക്കുകയും ചെയ്യുന്നു. സർക്കാർ ജോലിയിൽ എല്ലാ പൗരന്മാർക്കും അവസര സമത്വം ഉറപ്പുവരുത്തുന്നതാണ് ഭരണഘടനയുടെ 16-ാം വകുപ്പ്. അതേസമയം സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന ജാതി വിഭാഗങ്ങൾക്ക് സംവരണം അനുവദിക്കുന്നതിനെ ഭരണഘടന അനുകൂലിക്കുകയും ചെയ്യുന്നു. അയിത്തം നിരോധിക്കുന്ന 17-ാം വകുപ്പ് സാമൂഹികവും സാമ്പത്തികവുമായ നീതി ഉറപ്പാക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ബഹുമതികൾ നൽകുന്നതിൽ നിന്നും രാഷ്ട്രത്തെ വിലക്കുന്നതാണ് ഭരണഘടനയുടെ 18-ാം വകുപ്പ്. എന്നാൽ പത്മശ്രീ, ഭാരതരത്ന തുടങ്ങിയ സിവിലിയൻ ബഹുമതികളും മഹാവീർ ചക്രം, പരംവീർ ചക്രം തുടങ്ങിയ സൈനിക ബഹുമതികളും നൽകുന്നതിൽ നിന്നും ഭരണഘടന രാജ്യത്തെ വിലക്കുന്നില്ല. ഭരണഘടനയിലെ 19 മുതൽ 22 വരെയുള്ള വകുപ്പുകളിൽ സ്വാതന്ത്ര്യം എന്ന അവകാശത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. സമത്വവും സ്വാതന്ത്ര്യവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട 2 മനുഷ്യ അവകാശങ്ങൾ. സ്വാതന്ത്ര്യം എന്നാൽ ചിന്തിക്കുവാനും ആശയവിനിമയം നടത്തുവാനും പ്രവർത്തിക്കുവാനുമുള്ള അവകാശമാണ്. എന്നാൽ നമ്മൾക്കറിയാം, നമ്മുടെ സ്വാതന്ത്ര്യം നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. എന്തും ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ പൗരന് ഇല്ല എന്ന് സാരം. മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്താതെയും രാജ്യത്തെ നിയമങ്ങൾ ലംഘിക്കാതെയും വേണം ഓരോ ഇന്ത്യൻ പൗരനും തന്റെ സ്വാതന്ത്ര്യം ആസ്വദിക്കുവാൻ. ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യാവകാശം. ജീവിക്കുക എന്നാൽ അന്തസ്സോടുകൂടി ജീവിക്കുക എന്നാണ് ഇന്ത്യൻ ഭരണഘടന നിർവചിക്കുന്നത്. അറസ്റ്റ് ചെയ്യപ്പെടുന്ന അവസരത്തിൽ അറസ്റ്റിന്റെ കാരണം അറിയുവാനുള്ള അവകാശം അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്കും അത് അറിയിക്കുവാനുള്ള ഉത്തരവാദിത്വം അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥനും ഉണ്ട്. അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് നിയമസഹായം തേടുന്നതിനുള്ള അവകാശവുമുണ്ട്. അതോടൊപ്പം തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ 24 മണിക്കൂറിനകം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുവാനും നിയമം അനുശാസിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 22-ൽ പ്രതിപാദിക്കുന്നത് പ്രിവന്റീവ് ഡിറ്റൻഷൻ അഥവാ മുൻകരുതൽ തടങ്കലിനെ കുറിച്ചാണ്. കുറ്റം ചെയ്യുവാൻ സാധ്യതയുള്ളവരെ അതിൽ നിന്നും തടയുന്ന ഒരു മുൻകരുതൽ നടപടിയാണ് പ്രിവന്റീവ് ഡിറ്റൻഷൻ. സാമൂഹിക ദേശവിരുദ്ധ പ്രവർത്തനങ്ങളെ അമർച്ച ചെയ്യുവാനുള്ള ഏറ്റവും മികച്ച ഉപാധിയായി ഗവൺമെന്റ് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് മുൻകരുതൽ തടങ്കൽ. എന്നാൽ ചില അവസരങ്ങളിലെങ്കിലും തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടി പല ഗവൺമെന്റുകളും മുൻകരുതൽ തടങ്കലുകൾ ദുരുപയോഗം ചെയ്യുന്ന അവസ്ഥയും ഇന്ത്യയിൽ ഉണ്ടാകാറുണ്ട്. അടുത്തതായി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19-ൽ വിവരിക്കുന്ന 6 പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് നമ്മൾക്ക് ചർച്ച ചെയ്യാം. 1. അഭിപ്രായ സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. 2. സമ്മേളന സ്വാതന്ത്ര്യം. 3. സംഘടനാ സ്വാതന്ത്ര്യം. 4. സഞ്ചാര സ്വാതന്ത്ര്യം. 5. പാർപ്പിട സ്വാതന്ത്ര്യം. 6. തൊഴിൽ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം. ഇതാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19-ൽ പൗരന്മാർക്ക് നൽകുന്ന 6 സ്വാതന്ത്ര്യങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ 21A വകുപ്പ് പ്രകാരം 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശമുണ്ട്. കുറ്റാരോപിതരായ വ്യക്തികളുടെ അവകാശങ്ങളാണ് ആർട്ടിക്കിൾ 20-ൽ പ്രതിപാദിക്കുന്നത്. ഒരേ കുറ്റത്തിന് ഒന്നിലധികം തവണ ഒരു വ്യക്തിയെ ശിക്ഷിക്കുവാൻ നിയമം അനുവദിക്കുന്നില്ല. അതോടൊപ്പം തന്നെ പിൽക്കാലത്തുണ്ടായ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മുൻപ് ചെയ്ത ഒരു പ്രവൃത്തിക്ക് ശിക്ഷ നൽകുവാൻ പറ്റില്ല. ഒരു വ്യക്തിയെയും അയാൾക്കെതിരെ തെളിവുകൾ നൽകുവാൻ ആവശ്യപ്പെടുവാൻ പാടില്ല എന്നും നിയമം നിഷ്കർഷിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിലെ 3ാമത്തെ അവകാശമാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശം. സാമൂഹികവും സാമ്പത്തികവുമായി പിന്നോക്കം നിൽക്കുന്നവർ സമൂഹത്തിലെ വരേണ്യവർഗത്തിന്റെ ചൂഷണത്തിനിരയാകുന്ന ദുരവസ്ഥ ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്നു. ഭരണഘടനയുടെ 23ാം വകുപ്പ് നിർബന്ധിത തൊഴിൽ നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചു. അതോടൊപ്പം തന്നെ ആർട്ടിക്കിൾ 24 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഫാക്ടറികൾ, ഖനികൾ തുടങ്ങിയ ഇടങ്ങളിലെ അപകടകരമായ ജോലികൾക്ക് നിയോഗിക്കുന്നത് തടയുന്നു. ഭരണഘടനയുടെ
25 മുതൽ 28 വരെയുള്ള വകുപ്പുകൾ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഓരോ ഇന്ത്യൻ പൗരനും തനിക്കിഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതോടൊപ്പം തന്നെ മതവിശ്വാസമില്ലാതെ ജീവിക്കുവാനും ഭരണഘടന പൗരന്മാരെ അനുവദിക്കുന്നുണ്ട്. മതസ്വാതന്ത്ര്യം എന്നാൽ ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കുവാനും ആചരിക്കുവാനും പ്രചരിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ്. എന്നാൽ ആവശ്യമെങ്കിൽ സർക്കാരിന് മതകാര്യങ്ങളിൽ ഇടപെടുവാനുള്ള അധികാരമുണ്ട്. പൊതുക്രമം, ആരോഗ്യം, ധാർമ്മികത എന്നിവയെ ലംഘിക്കുന്ന മത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിയന്ത്രിക്കുവാൻ സർക്കാരിന് സാധിക്കും. സതി, ബഹുഭാരിത്വം, നരബലി തുടങ്ങിയ സാമൂഹിക അനാചാരങ്ങളെ ഇന്ത്യൻ ഭരണഘടന അനുകൂലിക്കുന്നില്ല. ഇന്ത്യയിൽ മതപരിവർത്തനത്തിനുള്ള അനുവാദമുണ്ട്. എന്നാൽ നിർബന്ധിത മതപരിവർത്തനം ഇന്ത്യ അനുവദിക്കുന്നില്ല. ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. അതിനാൽ തന്നെ ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല. എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണന നൽകുന്ന ഒരു സമീപനമാണ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സർക്കാർ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ പഠനവും ഭരണഘടന അനുവദിക്കുന്നില്ല. ന്യൂനപക്ഷങ്ങളുടെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ, ഇതാണ് ഇന്ത്യൻ ഭരണഘടനയിലെ 5ാമത്തെ മൗലിക അവകാശം. അതിവിപുലമായ സാംസ്കാരിക വൈവിധ്യമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഭാഷാപരവും സാംസ്കാരികവും മതപരവുമായ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇന്ത്യയിൽ നിലവിലുണ്ട്. അവരുടെ സംസ്കാരം, ഭാഷ, ലിപി എന്നിവ നിലനിർത്തുവാനുള്ള അനുവാദം ഭരണഘടന നൽകുന്നുണ്ട്. ഇതിനായി എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും സ്വന്തമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് യാതൊരു വിവേചനവും പാടില്ല എന്നും ഭരണഘടന അനുശാസിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിലെ 6ാമത്തെ മൗലിക അവകാശം ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശമാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 32 പ്രതിപാദിക്കുന്ന ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത്. പൗരന്മാർക്ക് അവരുടെ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ സമീപിക്കുവാനുള്ള അനുവാദമുണ്ട്. മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനായി സുപ്രീം കോടതിയും ഹൈക്കോടതികളും റിട്ടുകൾ എന്നറിയപ്പെടുന്ന പ്രത്യേക ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ 5 വ്യത്യസ്തമായ റിട്ടുകളാണ് ഉള്ളത്. 1. ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് എന്ന ലാറ്റിൻ വാക്കിനർത്ഥം ശരീരം ഹാജരാക്കുക എന്നാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ കോടതി മുമ്പായി ഹാജരാക്കാൻ ആവശ്യപ്പെടുന്ന കോടതി ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. അറസ്റ്റ് തൃപ്തികരമല്ലെങ്കിൽ കോടതിക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ വിട്ടയക്കുവാൻ ഉത്തരവിടാവുന്നതാണ്. 2ാമത്തെ റിട്ട് മാൻഡാമാസ്. ഞങ്ങൾ കൽപ്പിക്കുന്നു. ഇതാണ് ഈ ലാറ്റിൻ വാക്കിന്റെ അർത്ഥം. തന്റെ അധികാര പരിധിയിൽപ്പെടുന്ന കാര്യം നടത്തുവാൻ അതിന് നിയമപരമായി ബാധ്യസ്ഥനായ സർക്കാർ ഉദ്യോഗസ്ഥനോ സ്ഥാപനമോ തയ്യാറാകുന്നില്ലെങ്കിൽ, അതുവഴി സ്വകാര്യ അവകാശങ്ങൾ തടയപ്പെടുന്നുവെങ്കിൽ അക്കാര്യം ബോധ്യപ്പെടുന്ന കോടതി നൽകുന്ന കൽപ്പനയാണ് മാൻഡാമാസ്. പ്രൊഹിബിഷൻ. 3ാമത്തെ റിട്ടാണ് പ്രൊഹിബിഷൻ. അധികാരപരിധിക്ക് പുറത്ത് ഒരു നിയമം നടപ്പാക്കുന്നത് തടഞ്ഞുകൊണ്ട് ഉന്നത കോടതി, ഹൈക്കോടതിയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയോ കീഴ്ക്കോടതികൾക്ക് നൽകുന്ന ഉത്തരവാണ് പ്രൊഹിബിഷൻ. ക്യോ വാറണ്ടോ. എന്തധികാരത്തിന്മേൽ. ഇതാണ് ഈ വാക്കിനർത്ഥം. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അയാൾ വഹിക്കുന്ന സ്ഥാനത്തിന് അർഹനല്ലെന്ന് കോടതിക്ക് ബോധ്യമാകുന്ന പക്ഷം അയാൾ ആ സ്ഥാനത്തിരുന്ന് കാര്യനിർവഹണം നടത്തുന്നത് നിയന്ത്രിക്കുന്ന ഉത്തരവാണ് ക്യോ വാറണ്ടോ. 5ാമത്തെ റിട്ട് സെഷ്യോറിയാണ്. ഈ വാക്കിനർത്ഥം അറിവ് നൽകുക എന്നാണ്. കീഴ്ക്കോടതിയോട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അധികാരിയോട് അവിടെ വിചാരണയിലിരിക്കുന്ന കേസിന്റെ രേഖകൾ ഉന്നത അധികാരിക്കോ കോടതിക്കോ കൈമാറുവാൻ ആവശ്യപ്പെടുന്ന കോടതി ഉത്തരവാണിത്. നമ്മൾ ഇന്ത്യൻ പൗരന്മാരുടെ 6 മൗലിക അവകാശങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. അടുത്തതായി സ്വത്തവകാശം, റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന ചെറിയൊരു ടോപ്പിക് കൂടി നമുക്ക് ചർച്ച ചെയ്യാം. 1950
ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങളുടെ പട്ടികയിലായിരുന്നു സ്വത്തവകാശം ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ 1978 നടന്ന 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. ഇന്ന് സ്വത്തവകാശം ഒരു സാധാരണ അവകാശമായി മാറി. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 300A നിലവിൽ സ്വത്തവകാശമുള്ളത്. ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ എന്ന പാഠത്തിലെ ആദ്യ പാഠഭാഗങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്തത്. ഈ പാഠത്തിലെ തുടർന്നുള്ള ഭാഗങ്ങൾ മറ്റൊരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.